ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ഗെയിമിംഗ് യഗാമി. അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ബെൻഡി ആൻഡ് ഇങ്ക് മെഷീൻ. ഞാൻ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, ലെറ്റ്സ് സ്റ്റാർട്ട് ദിസ് വീഡിയോ. അതിന് മുമ്പ് പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, വായിക്കട്ടെ. ഓ ഗൈസ്, നമ്മുടെ ഫ്രണ്ടിനെ നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ജോയിഡ്രു എന്ന് പറഞ്ഞ നമ്മുടെ ഫ്രണ്ട്. നമ്മുടെ ഒരു ഹെൻറി എന്നാണ്. ഓക്കെ, നമ്മൾ കാർട്ടൂൺ ഉണ്ടാക്കുന്ന ആളാണ്. ഓക്കെ, കാർട്ടൂണിസ്റ്റ്. സോ ഗെയിം തുടങ്ങാം. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ് ഞാൻ. ഇനി ഗെയിം എങ്ങാനും തുറന്നില്ലെങ്കിൽ പണി കിട്ടും ഗൈസ്. ചാപ്റ്റർ 1 ദ മൂവിങ് പിക്ചേഴ്സ്. ഓ ഗൈസ്, ഗ്രാഫിക്സ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ഗൈസ്. നല്ല ഗ്രാഫിക്സ് ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് മറ്റേ ഗൂഫി ദ ഡോഗ് അല്ലേ ഗൈസ്, മറ്റേ മിക്കി മൗസിലുണ്ട് ഗൈസ്. നമുക്ക് എന്താ ഒബ്ജക്റ്റീവ് വന്നിട്ടുണ്ട്. ഡിസ്കവർ ജോയ് സീക്രറ്റ്, സെർച്ച് ദ വർക്ക്ഷോപ്പ്. ഓക്കെ ഗൈസ്, ഓക്കെ ഇതാണ് ബെൻഡി. ഇവൻ നല്ല ക്യൂട്ടാണ്, ബട്ട് ഇവനാണ് മെയിൻ വില്ലൻ ഐ തിങ്ക്. ഓ, ഇത് നമ്മുടെ ഡെസ്ക് ആണ് ഗൈസ്. Looks like they knocked out a wall or two after I left. Guess it took a few people to replace me. കണ്ട ഗൈസ്, ഗെയിമിൽ വരെ നമുക്ക് അല്ല വിലയുണ്ട്. ഡ്രീംസ് കം ട്രൂ ഗൈസ്. എന്താണ് ഗൈസ് ഈ ഒഴുകുന്നത്? ഐ തിങ്ക് ഇങ്ക് ആണെന്ന്. വേറെ എന്താവാനാണ് ഗൈസ്? ഇതിൻ്റെ പേര് തന്നെ ബെൻഡി ആൻഡ് ഇങ്ക് മെഷീൻ എന്നാണ്. ഇത് അടച്ചിരിക്കുകയാണ് ഗൈസ്. ഡേഞ്ചർ. മലയാളിയാടാ ഡേഞ്ചർ എന്ന് കാണിച്ചാൽ നമ്മൾ അങ്ങോട്ട് പോയി. ഓക്കെ, ലിഫ്റ്റ് വെക്കാൻ റൈസൽസ് വേണമെന്നാണ് പറയണത്. ഇനി ഞാനിത് എവിടെ പോയി അവിടെ എന്താണ് ഇത്? ഭയങ്കര എളുപ്പമുള്ള പസിൽസ്. ഗെയിം തുടങ്ങണുള്ളൂ, സോ ഐ കാൺ ജഡ്ജ് ഇറ്റ്. കാണിക്ക്. ഓക്കെ, കറക്റ്റാണ്. നമ്മൾ ഡിസ്കവർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് തന്നെയായിരുന്നു ചെയ്യേണ്ടത്. കറക്റ്റായിട്ട് എടാ എന്താണ് ഇത്? എടാ എൻ്റെ മോൻ, ഇതെന്താ ടൈം മെഷീനാ? ആക്ച്വലി അഫ്കോഴ്സ് ഇറ്റ്സ് മറ്റേ ഇങ്ക് മെഷീൻ, ബട്ട് സ്റ്റിൽ ഒരു ടൈം മെഷീൻ പോലെ. ഞാൻ വിചാരിച്ചല്ല ചെറിയതായിരിക്കുമെന്ന്. ഷേ, ടേൺ ഓൺ ദ ഇങ്ക് മെഷീൻ, അതല്ലേ ഞാനിപ്പോൾ ചെയ്തത്. ഓ, ഐ തിങ്ക് ഞാൻ ലിഫ്റ്റ് മാത്രം ചെയ്തോളൂ ഗൈസ്. ഇനി ടേൺ ഓൺ ചെയ്യണം ഇങ്ക് മെഷീൻ. ഓക്കെ ഗൈസ്, ഗൈസ് ഷട്ടറും തുറന്നു. ഹലോ, അട ഇതൊക്കെ കണ്ട് പേടിക്കുമെന്ന് തോന്നുന്നുണ്ട് ഗൈസ് ഞാൻ. കറക്റ്റ് വഴിയിലൊക്കെ വന്നിരിക്കാൻ. ന്യൂ ഒബ്ജക്റ്റീവ്, ഫിക്സ് ദ ഇങ്ക് മെഷീൻ. ഫിക്സ് ചെയ്യണോ ഇനി? ലൊക്കേറ്റ് ആൻഡ് പ്ലേസ് ദ ഒബ്ജക്റ്റ്. എന്ത് ഗൈസ്, എന്താ സൈൻ? നമ്മൾക്ക് ഈ ഒബ്ജക്ട്സ് ഒക്കെ കണ്ടുപിടിക്കാനാണോ? ഓ യെസ് ഗൈസ്, ഇത് ഈ ഒബ്ജക്ട്സ് ഒക്കെ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. ഓക്കെ ഗൈസ്, എടാ പേടിക്കുമെന്ന് വിചാരിച്ചാ ഞാൻ. ഓടാ എന്നാലും 6 വെച്ച്. എടാ ഗൂഫി ഡോഗ്, എടാ നിങ്ങൾക്കും കൂടെ ഒക്കെ പൊളിച്ചിട്ടൊക്കെ. ലാഫിങ് നൗ. അത് ഞാൻ തിരിച്ചില്ല. അറിയില്ല ഗൈസ്, എന്തോ ശരിയല്ല ഗൈസ്. എനിക്ക് എന്തോ നല്ല ഉറപ്പുണ്ട് കുറച്ച് നേരത്തിനുള്ളിൽ ഇതൊരു ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു ഹൊറർ ഗെയിമാവുന്നേ. ഹലോ, It could save your job. വല്ല ഗുണമുണ്ട് ഗൈസ് അതിൽ നിന്ന്? ഐ ഡോണ്ട്. ഓക്കെ ഗൈസ്, ഒരു ഒബ്ജക്റ്റും കൂടി കിട്ടിയെന്ന് തോന്നുന്നേ. വർക്ക് ഹാർഡ്, വർക്ക് ഹാപ്പി. രണ്ട് ഗെയിം ഫുള്ള് മോട്ടിവേഷനാണ് ഗൈസ്. ഓക്കെ, ഇത് നമുക്ക് തുറക്കാൻ പറ്റില്ല, ക്ലോസ്ഡ് ആണ്. ഓക്കെ, ഇതെന്താണ് ഗൈസ്? ഡാർട്ട് ഗെയിമാണ്. എന്തെങ്കിലും നടന്നാ? ഇല്ല ഗൈസ്, അത് കുഴപ്പമില്ല, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഗൈസ്. അപ്പോൾ 2 ഒബ്ജക്ട്സ് കണ്ടുപിടിച്ച്. എത്ര ഒബ്ജക്ട്സാണ് വേണ്ട? 1 2 3 4 5 6. 2 ഓൾറെഡി കണ്ടുപിടിച്ച്. നമുക്കിനി കുറച്ച് സാധനങ്ങളും കൂടി കണ്ടുപിടിക്കാനുണ്ട്. അബൌട്ട് 4 എണ്ണം. ഇത് അടച്ചിട്ടിരിക്കുകയാണ്. എന്താണ് എല്ലാ ഡോറും അടച്ചിട്ട്?
ഗൈസ് നമുക്ക് പ്ലഷ് കിട്ടിയിരിക്കുകയാണ്. ഇങ്ക് പ്രഷറാ. ഐ തിങ്ക് ഇവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും ഗൈസ് കുറച്ചു നേരം കഴിയുമ്പോൾ. ഓക്കെ, മൂന്ന് ഒബ്ജക്ട്സ് നമ്മൾ കണ്ടുപിടിച്ച്. ഇനി ഒരു 3 കൂടി. എന്തൊക്കെ ഗൈസ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ട? ഒരു മെഷീൻ പാട്ടുണ്ട്. ഐ തിങ്ക് ഞാനത് ഇങ്ക് മെഷീൻ്റെ അടുത്ത് കണ്ടതാണെന്ന്, ആ സെല്ലെടുക്കാൻ നേരത്ത്. ഞാൻ ശരിയാണെങ്കിൽ കാണണ്ട ഗൈസ്, എനിക്കറിയാം. അവിടെ എന്തോടെ എല്ലും കഷ്ണോ? 2 സാധനങ്ങളും കൂടി കണ്ടുപിടിക്കണം. എന്തൊക്കെ കണ്ടുപിടിക്കേണ്ട? ഒരു CD, ഒരു ഇങ്ക്. ഓക്കെ ഗൈസ്, ഇതെവിടെ പോയി തപ്പാം ഗൈസ്? എന്തായിരുന്നു ഗൈസ് അത്? എന്തെങ്കിലും ആവട്ടെ ഗൈസ്. ഇത് തുറക്കുമോ? ഇല്ല ഗൈസ്, ഐ തിങ്ക് ഈ ബട്ടൺ നിൽക്കണമെന്ന്. ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ നേരത്തെ നെക്കിയൊന്നും ഞാനിങ്ങനെ നെക്കില്ല. ഞാൻ ഡോർ അങ്ങനെ തുറക്കണമെന്ന് വിചാരിച്ചു. 2 ആഴ്ച എനിക്കറിയായിരുന്നു. ഓക്കെ, CD കിട്ടി. ഇനി നമുക്കൊരു ഇങ്ക് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അതും കൂടി കണ്ടുപിടിച്ചാൽ എല്ലാ ഒബ്ജക്ട്സും ആയിരുന്നു. നൈസ്. എക്സ്പ്ലോർ ചെയ്യാൻ നമുക്കൊരു സ്ഥലം കൂടി ബാക്കിയുള്ളൂ. ഐ തിങ്ക് മറ്റേ ഈ സ്ഥലം ഗൈസ്. ഇവിടെ നമ്മൾ വന്നിട്ടില്ല. അവിടെ ലാഗ് അടിക്കണടാ ഗൈസ്. എന്താ കക്കൂസൊക്കെ അടച്ചു വെച്ചേക്കുന്ന ഗൈസ്? ആ ഗൈസ്, പൂട്ടിയ സ്ഥലമാണെന്ന് എനിക്ക് തോന്നണേ. അവിടെ ലാഗ് അടിക്കലടാ. എന്താണ് ഇവിടെ? എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിലും ഓക്കെയാണ് ഗൈസ്. ഓ ഗൈസ്, ഇവിടെ ഉണ്ട് ഗൈസ്. നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടി. നല്ല കാര്യം. അവിടെ ഇങ്ങോട്ടല്ല, ഛേ അങ്ങോട്ടാണ്. ഗൈസ്, Now I just need to get the ink glowing somehow. Should be a switch around here somewhere. Then I can start up the main power. എന്താ ചെയ്യണ്ട? ലൊക്കേറ്റ് ദ പ്രഷർ വാൽവ്. ഓ ഗൈസ്, പ്രഷർ വാൽവ് കണ്ടുപിടിക്കാനാണ്. എനിക്കറിയാം പ്രഷർ വാൽവ് എവിടെ. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു അത്. ഐ തിങ്ക് ഈ വഴി. അത് തന്നെ, ഈ വഴി തന്നെ ഗൈസ്. അവിടെ ഏതാണ് അവിടെ അനക്കിയത്? അത് ഗൈസ് നിറച്ച് ഇങ്കുണ്ട്. ആരോ ഇത് അനക്കിയതാണ്. എന്തായാലും ഇത് എനിക്കറിയില്ല ഗൈസ്. ഓ ഗൈസ്, ഇങ്ക് ഫ്ലോ ആകാൻ തുടങ്ങി. ഇങ്ക് കൊണ്ട് നിറയണേ മുറി നമ്മൾ മുങ്ങണേ നമുക്ക് ഓടാം അവിടെ നിന്ന്. ഗൈസിന് എന്താ ചെയ്യേണ്ടത്? ഇങ്ക് മെഷീൻ ഓൺ ചെയ്യാം നമുക്കിനി. ഓക്കെ, ഫൈനലി. അവിടെ ഈ വഴിയല്ല, ഇതെവിടെയാണ്? നമ്മൾ ഓൺ ചെയ്തിരിക്കുകയാണ്. ഗൈസ് എന്താ ഗൈസ് പെട്ടെന്ന് മുറി ഇരുണ്ടത്? മുറിയല്ല, ഈ മൊത്തം ഓഫീസ് ഇരുണ്ട പോലെ എനിക്ക് തോന്നുന്നതാണോന്ന് എനിക്കറിയില്ല. ഇനി എന്താ ചെയ്യേണ്ടത്? ഐ തിങ്ക് ഇനി നമുക്ക് ഇങ്ക് മെഷീൻ്റെ അടുത്താണ് പോകേണ്ടതെന്ന്. പൈസ അടച്ചിട്ട് ഗൈസ്, അവിടെ ഫുൾ ഇങ്ക് അടച്ചിട്ട് തുറക്കടാ. എടാ ഗൈസ്, എന്തായിരുന്നു ഗൈസ്? എന്താ ചെയ്യണ്ടേ? എസ്കേപ്പ് ഗൈസ്. ഇങ്ങോട്ട് നിറയണേ ഗൈസ്. അതിനോട് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഓടാൻ. ഓടുകളാ എസ്കേപ്പ് തട തുറന്നെടുക്കാണ്.
അവിടെ വീണ ശരിയെന്നാ. ന്യൂ ഒബ്ജക്റ്റീവ് ഡ്രെയിൻ ദ ഇങ്ക്. വെള്ളക്കാരുണ്ടാണ്. ഇതാണ് കൂട്ടുകാരൻ രണ്ടുപേരും ഒരിക്കലും വിശ്വസിക്കരുത്. ഗെയിം വരെ അതാ നമ്മളോട് പറയണത്. നമ്മളെങ്ങനെ രക്ഷപ്പെടും? എനിക്ക് വന്നുള്ള ഗെയിം ഇത്ര എളുപ്പത്തിൽ തീരുമെന്ന്. ഇനി സെൻഡോറിങ്കാണ് ഗൈസ്. ന്യൂ ഒബ്ജക്റ്റീവ് ക്ലിയർ എ ന്യൂ പാത്ത് ആൻഡ് ആക്സ്. അവിടെ നമുക്ക് ആക്സ് ഉപയോഗിക്കാതെ ഇനി ഇത് ക്രിയേറ്റർ ലൈറ്റ് ജോയ് എന്നാണോ പറഞ്ഞെന്ന് അവർ പറയുന്നത്. ഇനി എവിടെ പോയി തപ്പ് അവിടെ ആക്സ് ആക്സ് ഫൈൻഡ് ചെയ്ത് അറ്റാക്കാകുമ്പോ അറ്റാക്ക് നമുക്കിനി. ബട്ട് ആരെ അറ്റാക്ക് ചെയ്യുന്ന ആദ്യം ഒരു പറയണ ഡോൺ ടെൽ മീ നമ്മളിനി ഫൈറ്റ് ചെയ്യണോ ഒന്ന് ടീംസിനെ. തുറക്കടാ. പക്ഷെ എനിക്കറിയില്ല ഇങ്ങനെ തുറക്കാൻ പറ്റുമെന്ന്. അതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതെന്താണ് കൈസ് ഒരു റിച്ചൽ കിടക്കണ? ഇതെന്താടാ ഭൂമി വിളിക്കോ? പക്ഷെ നമുക്ക് ആ ഡോറ് പോയി ഓപ്പൺ ചെയ്യാൻ. എന്താ സംഭവിച്ചത്? ലോഡിങ് എന്താ സംഭവിച്ചത് എനിക്കൊന്നും മനസ്സിലായില്ല. അവിടെ ബോധം കെട്ടു വീണു. അതിൻ്റെ മേലെ കയറിയപ്പോൾ റിച്ചൽ ഇങ്ങനെ കൂടോത്രം ചെയ്യണമായിരുന്നു ബെണ്ടിയോട് നിന്നിട്ട്. ചാപ്റ്റർ 2 ചാപ്റ്റർ 1 കഴിഞ്ഞാ. ചാപ്റ്റർ 1 കഴിഞ്ഞടാ. നമുക്കെന്തോ സംഭവിച്ചു. നമ്മ ഇനി വഴി പുറത്തേക്ക് കണ്ടുപിടിക്കണമെന്ന് പറയണ. ബസ് ഗൈസ് ഐ തിങ്ക് ഫൈൻഡ് എ ന്യൂ എക്സിറ്റ്. ഓക്കെ ഗൈസ്, നമുക്ക് ഈ വീഡിയോ കൂടെ അവസാനിപ്പിക്കാം. പാർട്ട് 1 ഇത്രയും മതി. അടുത്ത ആഴ്ച നമുക്ക് അടുത്ത വീഡിയോ കംപ്ലീറ്റ് ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ബൈ.